വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ഭാര്യയും ഭർത്താവും ഈ ഒരു കാര്യം ചെയ്യുന്നത് എളുപ്പത്തിൽ പ്രഗ്നൻസി ആകാനായിട്ടുള്ള സാധ്യതയെ വർദ്ധിപ്പിക്കും. ആ കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇജാക്കുലേഷൻ സംഭവിച്ച് മില്യൺസ് ഓഫ് സെമൻ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഫ്ലോ എന്ന് പറയുന്നത് ഒരു ഒഴുക്കിനാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അണ്ടവും ബീജവും തമ്മിൽ കൂട്ടിമുട്ടണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ, ഒരുപാട് സാഹചര്യങ്ങൾ അവിടെ ഒരുപോലെ മാച്ച് ആയിട്ട് വരണം. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും പലരും ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ചെയ്യാനായിട്ടുള്ള കാര്യം അതിന്റെ ഒരു സഞ്ചാരപാത കൃത്യമാക്കുന്നതിനും അതുപോലെ നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലോട്ടുള്ള, അതായത് നമ്മുടെ ഓവുലേഷൻ നടക്കാനായിട്ടും അതുപോലെ ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ടും ഒക്കെ സഹായിക്കുന്ന നമ്മുടെ അവയവങ്ങളിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനും ഒക്കെ കൂടി വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒരു കാര്യം നടക്കുമ്പോഴേക്കും നമ്മൾ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമുണ്ട്. ആ പ്രിപ്പയർ ആയിട്ട് വരുന്ന ഓവുലേഷന് വേണ്ടിയിട്ട് തയ്യാറായിട്ട് വരുന്ന അണ്ടത്തിനും ബീജത്തിനും അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ടെന്നുള്ള കാര്യം. അതിനെ ആ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും അവയുടെ പെർഫോമൻസ് വർദ്ധിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് പോമോഗ്രാനൈറ്റ് അല്ലെങ്കിൽ മാതള നാരങ്ങ എന്ന് പറയുന്നത്. ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ഭാര്യയും ഭർത്താവും ഇത് ഉപയോഗിക്കുന്നത് ഗർഭധാരണ സാധ്യത ഇരട്ടിയാക്കുന്നുവെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അത് ഏതൊക്കെ രീതിക്കാണെന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. ഏറ്റവും ആദ്യം നമുക്ക് മെയിൽ ഫാക്ടറിൽ നിന്ന് തന്നെ തുടങ്ങാം. പുരുഷ ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോണിന്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ മാതള നാരങ്ങ എടുക്കുന്നത് സഹായിക്കുന്നു. ടെസ്റ്റോസ്റ്റിറോൺ ശരീരത്തിൽ കൂടുകയാണെങ്കിൽ പുരുഷന്റെ എനർജി വർദ്ധിക്കുന്നു. എനർജി വർദ്ധിക്കുക മാത്രമല്ല, അവരുടെ സെക്ഷൽ പെർഫോമൻസ് വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടും ടെസ്റ്റോസ്റ്റിറോൺ സഹായിക്കുന്നു. ഹെൽത്തി ആയിട്ടുള്ള സെമന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നതും മെയിൽ ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോൺ ആണ്. ഇതൊക്കെ ഒന്ന് ഓവറോൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പോമഗ്രാനൈറ്റ് അല്ലെങ്കിൽ മാതള നാരങ്ങ എടുക്കുന്നത് സഹായിക്കുന്നു. രണ്ടാമതായിട്ട് നൽകുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, അതായത് പ്രിമച്ചുർ ഇജാക്കുലേഷൻ ഒക്കെ ഉണ്ടാകുന്നത്, അതായത് നമ്മൾ ആ ഒരു പ്രോസസ്സ് ചെയ്ത് തുടങ്ങുന്നതിന് മുൻപ് തന്നെ പെട്ടെന്ന് തന്നെ ഇജാക്കുലേഷൻ സംഭവിക്കുന്നതിനൊക്കെ ഒന്ന് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് മാതള നാരങ്ങ എടുക്കുന്നത് സഹായിക്കുന്നു. മൂന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ബ്ലഡ് ഫ്ലോ വർദ്ധിപ്പിക്കുന്നു. അതായത് പുരുഷന്റെ അവയവങ്ങളിലോട്ട്, സ്വകാര്യ അവയവങ്ങളിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ വർദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഒരു വർധനവിലൂടെ തന്നെ ക്വാളിറ്റി ഉള്ള ഒരു ബീജത്തിന്റെ പ്രൊഡക്ഷൻ അവിടെ സാധിക്കുന്നു. ക്വാളിറ്റി ഉള്ള, സ്ട്രക്ചറുള്ള, കൃത്യമായിട്ട് മോട്ടിലിറ്റി ഉള്ള ഒരു സെമൻ അവിടെ പ്രൊഡ്യൂസ് ആവുകയാണെങ്കിൽ എത്രയും എളുപ്പത്തിൽ ബീജസങ്കലനം നടക്കാമോ അത്രയും എളുപ്പത്തിൽ നടക്കാനായിട്ടുള്ള ഒരു സപ്പോർട്ട് അത് ശരീരത്തിന് കൊടുക്കാനായിട്ട് സാധിക്കുന്നു. അതിന് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടതാണ് നമ്മുടെ ബ്ലഡ് ഫ്ലോ വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു കാര്യം. പല കാര്യങ്ങൾ കൊണ്ടും ഇപ്പോൾ സ്ത്രീയും പുരുഷനും ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ നിർബന്ധിതരാകുന്നത് ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ്. നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മളുടെ ശരീരത്തിന് വേണ്ടുന്ന രീതിക്കുള്ള ഒരു ബെനിഫിറ്റ് നമുക്ക് ശരീരത്തിന് കൊടുക്കാൻ പറ്റാതെ വരിക. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ബ്ലഡ് ഫ്ലോ അവിടെ കുറയും. ശരീരത്തിൽ രക്തയോട്ടം ഉണ്ടാകും, പക്ഷെ കൃത്യമായിട്ടുള്ള രക്തയോട്ടം, അതായത് കൃത്യമായിട്ട് ബീജം വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രക്തയോട്ടം അവിടെ ഉണ്ടാവുന്നില്ല. ഇതൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ മാതള നാരങ്ങ സഹായിക്കുന്നു. അത് മാത്രമല്ല, സെമന്റെ ക്വാളിറ്റി, ബെറ്റർ ക്വാളിറ്റി ഉണ്ടാകുന്നതിനും ബെറ്റർ മൂവ്മെന്റ് ഉണ്ടാകുന്നതിനും അതിന്റെ സ്ട്രക്ചർ, അതിന്റെ ഹെഡ്, ടെയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് സ്ട്രക്ചർ ഉണ്ടാകുന്നതിനൊക്കെ വേണ്ടിയിട്ട് മാതള നാരങ്ങ ഉപയോഗിക്കുന്നത് സഹായിക്കുന്നു. അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ടൈമിങ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. സെക്ഷൽ പെർഫോമൻസ് ഒന്ന് എൻജോയ് ചെയ്യണമെങ്കിൽ രണ്ട് പാർട്ട്നേഴ്സും ആക്റ്റീവായിട്ട് തന്നെ നിൽക്കണം. ഒരാളൊരു മൂവ്മെന്റ് എത്തുമ്പോഴേക്കും ഒന്ന് തളർന്നു പോവുകയാണെങ്കിൽ ആ ഒരു മൊമെന്റ് കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ടേക്ക് എൻജോയ് ചെയ്യാനായിട്ട് അടുത്തൊരു പാർട്ട്ണർ സാധിക്കാതെ വരുന്നു. അതിനെ ഒന്ന് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടും ടൈം പീരീഡ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നു. അതായത് ഫിറ്റ് ആക്കി വെക്കുന്നതിന് വേണ്ടിയിട്ട് മാതള നാരങ്ങ ഉപയോഗിക്കുന്നത് സഹായിക്കുന്നു. ഇനി സ്ത്രീകൾക്കുണ്ടാവുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ത്രീകൾ ശരിക്കും ആ ഒരു ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് മാതള നാരങ്ങ എടുക്കുന്നത് അവരുടെ അണ്ടത്തിന്റെ ക്വാളിറ്റി വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ഓവറോൾ നമ്മളുടെ ശരീരത്തിലെ സെൽ ഡാമേജ് ഉണ്ടാവുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിനും എൻഡോമെട്രിയോസ്, ബ്രസ്റ്റ് ക്യാൻസർ, ഒവറിയൻ ക്യാൻസർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വരുന്നതിനെ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ മാതള നാരങ്ങ ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. അത് മാത്രമല്ല, ഇതിൽ ഈ ഒരു മാതള നാരങ്ങ എന്ന് പറയുന്നത് ഹൈ ഇൻ നൈട്രിക് ഓക്സൈഡ് ആണ്. ഇത് ബ്ലഡ് വെസൽസിനെ ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ ജെനിറ്റൽസിലോട്ടുള്ള, അതായത് നമ്മുടെ ജനനേന്ദ്രിയങ്ങളിലോട്ടൊക്കെയുള്ള ബ്ലഡ് ഫ്ലോ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഈ ബ്ലഡ് ഫ്ലോ വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് അത്രമാത്രം പ്രഗ്നന്റ് ആകുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പ്രഗ്നൻസി ആകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന പാർട്ട്നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബ്ലഡ് സർക്കുലേഷൻ എത്രത്തോളം നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ കഴിക്കുന്ന വിറ്റമിൻസ്, നമ്മൾ എടുക്കുന്ന സപ്ലിമെന്റ്സിന്റെ ഒക്കെ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളിലോട്ടും എത്തുന്നു.
അതിനൊക്കെ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ചില സ്ത്രീകൾക്ക് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് വജൈനൽ ഡ്രൈനെസ് അനുഭവപ്പെടാറുണ്ട്. വജൈനൽ ഡ്രൈനെസ് ആ ഒരു പ്രോസസ്സിൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ആ നടക്കുന്ന പ്രവർത്തനത്തെ എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതായത് നമുക്ക് ആ ഒരു ഏരിയ ഡ്രൈ ആണെങ്കിൽ ആ ഒരു പ്രോസസ്സ് സെക്ഷൽ പെർഫോമൻസിലോട്ട് കടന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഒട്ടും കംഫർട്ടബിൾ ആയിരിക്കില്ല. നമുക്ക് എങ്ങനെയെങ്കിലും ഇത് ഓവുലേഷൻ ടൈം പീരീഡ് ഒന്ന് തീർന്നു വിട്ടിയാൽ മതി എന്നുള്ളൊരു അവസ്ഥയായിരിക്കും ഉണ്ടാകുന്നത്. ഒട്ടും അവിടെ ലൂബ്രിക്കേഷനോ അല്ലെങ്കിൽ മറ്റുള്ള രീതിക്കുള്ള വജൈനൽ ഡിസ്ചാർജുകളോ ഒന്നും തന്നെ ഇല്ല എങ്കിൽ അത് നമുക്ക് ആ ഒരു പ്രോസസ്സിനെ ഒട്ടും എൻജോയബിൾ ആക്കിയില്ല. നമുക്ക് ഭയങ്കര ഇറിറ്റേഷനും ബുദ്ധിമുട്ടും ഒക്കെ ആയിരിക്കും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓവുലേഷൻ നടക്കുന്ന സമയത്തും അല്ലെങ്കിൽ നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന ആ ഒരു സമയത്തും ഒക്കെ നമുക്ക് അവിടെ വജൈനൽ ലൂബ്രിക്കേഷനോ വജൈനൽ ഡിസ്ചാർജ് എഗ്വയറി ടെക്സ്ചറിലുള്ള ഡിസ്ചാർജോ ശരീരത്തിൽ ഇല്ല എങ്കിൽ നമ്മുടെ അകത്തേക്ക് പ്രവേശിക്കുന്ന സെമന അത് ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാക്കും. നമ്മളിൽ ആ ഒരു ഓർഗാസം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു സെർവിക്കൽ മ്യൂക്കസ് ഉണ്ടാകുമ്പോഴേക്കും നമ്മുടെ സെർവിക്സ് കൂടുതലൊന്ന് ഡൈലേറ്റ് ചെയ്യും. ഇതിങ്ങനെ ഡൈലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പത്തിൽ സെമന അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും. ലാർജ് ക്വാണ്ടിറ്റി ഓഫ് സെമന അകത്തേക്ക് പ്രവേശിച്ച് പോകാനായിട്ടും ഇത് സഹായിക്കും. മൊത്തത്തിൽ നമ്മളൊന്ന് വികാസം നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകും. കാരണം ആ ഒരു സമയത്ത് നിങ്ങൾ തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കും നിങ്ങളൊരു എക്സ്ട്രീം ഹാപ്പിനെസ്സിൽ നിൽക്കുന്ന ഒരു സമയമായിരിക്കും. ഈ ഒരു സമയത്തേക്ക് അകത്തേക്ക് പ്രവേശിക്കുന്ന ആ ഒരു എല്ലാ സിറ്റുവേഷനും എല്ലാ ഒരു പാത്ത് മൊത്തം ആ ഒരു ബെനിഫിറ്റ് സെമന കിട്ടിക്കൊണ്ടേയിരിക്കും. അതൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സെർവിക്കൽ മ്യൂക്കസ് ശരീരത്തിൽ ഇല്ല എങ്കിൽ ഒരുപാട് പേരോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. നിങ്ങൾ ഒന്നുകിൽ വെള്ളം കുടിക്കുക അല്ലെങ്കിൽ വാട്ടർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളോ പഴങ്ങളോ പച്ചക്കറികളോ കഴിക്കാനായിട്ട് നിങ്ങൾ നോക്കുക എന്ന് പറയാറുണ്ട്. ഇതുപോലെ തന്നെ വാട്ടർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഈ മാതള നാരങ്ങ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ സെർവിക്കൽ മ്യൂക്കസ് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡിസ്ചാർജിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. പുരുഷന്മാർക്ക് ഇത് ഓവറോൾ അവരുടെ ആ ഒരു പെർഫോമൻസിന്റെ ആ ഒരു മന്ത്ലി ഫുള്ള് വരെ എടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. സ്ത്രീകൾ മാക്സിമം ഒരു ഓവുലേഷൻ വരെയൊക്കെ എടുക്കുക. കാരണം പലർക്കും പേടിയാണ് ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഇത് എടുത്തു കഴിഞ്ഞാൽ പീരിയഡ്സ് ആകുമെന്നാണ് പലരും വിചാരിക്കാറ് കേട്ടോ. അത് ശരിക്കും നമ്മുടെ ഒരു മിഥ്യാധാരണയാണ്. ഒരു ദിവസം ഒരെണ്ണം എടുത്തു എന്ന് വിചാരിച്ചിട്ട് ആർക്കും പീരിയഡ്സ് വരാനായിട്ട് പോകുന്നില്ല. നേരെ മറിച്ച് പലർക്കും ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ട് ഇത് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും ഇത് എടുക്കേണ്ട ആവശ്യമില്ല. മാക്സിമം നിങ്ങളുടെ ഓവുലേഷൻ ടൈം പീരീഡ് വരെയെങ്കിലും നിങ്ങൾ എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴാണോ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നത് അതിനേക്കാൾ ഒരു മണിക്കൂറൊക്കെ മുൻപ് വരെ പാർട്ട്നേഴ്സ് രണ്ടുപേരും ഈ ഒരു മാതള നാരങ്ങയുടെ ജ്യൂസ് കുടിക്കുന്നത് നിങ്ങളുടെ സെക്ഷൽ പെർഫോമൻസ് ഓവറോൾ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. അത് മാത്രമല്ല നിങ്ങളുടെ പ്രൈവറ്റ് പാർട്സിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ അത് കുടിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇൻക്രീസ് ആവുന്നതോടൊപ്പം നിങ്ങൾക്ക് ആ ഒരു പ്രോസസ്സ് മാക്സിമം എൻജോയബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. സ്ത്രീകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഓവുലേഷൻ ടൈം പീരീഡ് വരെ ഇത് ഉപയോഗിക്കുക കേട്ടോ. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എത്രത്തോളം ഉപയോഗിക്കണം എന്നതിനെ പറ്റിയിട്ടാണ്. ഒരു ദിവസം ഒരു മാതള നാരങ്ങ, അതായത് സ്ത്രീ ഒരെണ്ണം പുരുഷൻ ഒരെണ്ണം, അങ്ങനെ നിങ്ങൾ ഉപയോഗിച്ചാൽ മതിയായിരിക്കും കേട്ടോ. ആ ഒരു മാതള നാരങ്ങയിൽ നിങ്ങൾക്ക് എത്രത്തോളം ജ്യൂസാണോ കിട്ടുന്നത് അത്രയും നിങ്ങൾ എടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടൊന്നും ജ്യൂസ് പ്രിപ്പയർ ചെയ്യേണ്ട കേട്ടോ. ശരിക്കും അതിന്റെ പൾപ്പ് മൊത്തം കിട്ടുന്ന രീതിക്ക് നിങ്ങളൊരു ജ്യൂസറിലിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആ സത്ത് മൊത്തം നിങ്ങൾക്ക് കിട്ടും. ആ രീതിക്ക് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. അതുപോലെ തന്നെ ഒരുപാട് മധുരം ഇട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട. നിങ്ങൾക്ക് ആ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അത് കുറച്ച് ടേസ്റ്റ് വ്യത്യാസം ഉണ്ട് അല്ലെങ്കിൽ നന്നായിട്ട് പഴുക്കാത്തത് കൊണ്ട് എന്തെങ്കിലും മധുരക്കുറവ് ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഇടുക. ഒരുപാടൊന്നും നിങ്ങൾ ജ്യൂസ് ഇട്ട് കുടിക്കേണ്ട. അതുപോലെ തന്നെ വെറുതെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും കഴിക്കാവുന്നതാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും.
അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ Day 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.